അപ്പൊ ഹൃദയത്തിന്റെ മെഡിസിൻ രണ്ടാമത്തതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വയറ് കാലിയാക്കാം. ഈ വയറ് കാലിയാവുമ്പോൾ ഹൃദയം നന്നാവും, ആത്മാവ് നന്നാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ പിശാച് സഞ്ചരിക്കുന്നത് ഞെരുമ്പിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജറ ദമീ. ഈ രക്തം സഞ്ചരിക്കുന്ന ധമനികളിലൂടെ പിശാച് സഞ്ചരിക്കും. ആ പിശാചിന്റെ സഞ്ചാരപാതയാകുന്ന ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ, അതിനെ ജൂ കൊണ്ടും ആത്തിഷ് കൊണ്ടും ദാഹിച്ചും വിശന്നിട്ടും അതിനെ കുടുക്കി കളയുക, അതിനെ ഇടുക്കി കളയുക. എന്നുവെച്ചാൽ പിശാചിന്റെ ആ മദ്ഹല് എൻട്രി അതാണ് തടഞ്ഞു വെക്കാം. നോമ്പിലൂടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഹൃദയത്തിന് കൊടുക്കുന്ന 5 മെഡിസിനിൽ രണ്ടാമത്തെ കാര്യം വയറ് കാലിയാക്കലാണെങ്കിൽ പരിശുദ്ധ റമദാനിൽ നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പിശാചിനെ തടക്കാം. അസിയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാകുന്നു. നോമ്പ് പരിചയാകുന്നു എന്നതിന് പരിച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ പിശാചുമായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിശാചിനെ തോൽപ്പിക്കലാണ് നമ്മുടെ വിജയം. പിശാചിനെ തോൽപ്പിക്കലാണ് നമ്മുടെ വിജയം. പിശാചുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. അതാണ് ജിഹാദ്. ആ പിശാചിനെ തോൽപ്പിക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പരിചയാണ് പരിശുദ്ധമായ നോമ്പ്, സിയാമു ജുന്ന. അപ്പൊ നോമ്പ് കൊണ്ട് കേവലം പട്ടിണി കിടക്കലല്ല, ലഅല്ലക്കും തത്തക്കൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. തഖ്വ ഉണ്ടാകുന്നത് എങ്ങനെ? നോമ്പ് പട്ടിണി കിടക്കുമ്പോൾ തഖ്വ ഉണ്ടാവും. പിശാചിനെ ഓടിക്കാണ്, പിശാചിനെ യുദ്ധം ചെയ്ത് ഓടിക്കാണ് നോമ്പിലൂടെ. അപ്പൊ വയറ് കാലിയാകുമ്പോൾ പിശാച് ഓടും, പിശാച് ഓടുമ്പോ ഹൃദയം ശുദ്ധിയാവും. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബ. ആരെങ്കിലും മോശമായ വർത്തമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ല എങ്കിൽ പട്ടിണി കിടക്കുന്നതിൽ അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹ്ക്ക് ഒരു ആവശ്യമില്ല. അപ്പൊ അന്നപാനീയങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹു താല പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അവന്റെ പ്രവൃത്തി നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അവന്റെ വാക്ക് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അവന്റെ മനസ്സിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹൃദയത്തെ നന്നാക്കാൻ ഉള്ള രണ്ടാമത്തെ കാര്യമാണ് വലൽ ബത്തുനിൽ ഹലാ, വയറ് കാലിയാക്കുക. അത് നോമ്പിലൂടെ. പറന്ന് നോമ്പ് കഴിഞ്ഞാലും പിന്നെ സുന്നത്ത് നോമ്പുണ്ടല്ലോ, വ്യാഴം വെള്ളി, പിന്നെ തിങ്കൾ വ്യാഴം, അതുപോലെ ഇടക്ക് വരുന്ന സുന്നത്തായ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ ഒരു പരിധിവരെ പിശാചിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും. അത് ഹൃദയത്തിന് കൊടുക്കുന്ന വലിയൊരു മെഡിസിനാണ് നോമ്പ്.